ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു ഹെയർ കെയർ റുട്ടീനാണ്. അത് ഞാൻ ചെറുത് തൊട്ടിട്ട് എൻ്റെ ഹെയർ എങ്ങനെയാണ് കെയർ ചെയ്യുന്നതാണ് എൻ്റെ എക്സ്പീരിയൻസിലാണ് പറയുന്നത്. അപ്പം എൻ്റെ അമ്മ ആദ്യമൊക്കെ ആഴ്ചയിൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുമായിരുന്നു. അത് അപ്പോൾ തൊട്ടിട്ട് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊരു 4th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് തന്നെ നന്നായി എണ്ണ വെച്ച് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുമായിരുന്നു. മുടിയുടെ എല്ലാം ജട കളഞ്ഞിട്ട് ചിക്ക് വിടർത്തി. അപ്പോൾ ഒക്കെ സ്കൂൾ പഠിക്കുമ്പോൾ എപ്പോഴും പെയിൻ ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ പെയിനൊക്കെ മാറ്റിയിട്ട് അപ്പോൾ ലൈസിൻ്റെ ഒരു ടോണിക് പോലെ കിട്ടില്ല, ഷാംപൂ ടോണിക്, ഇതൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്യായിരുന്നു. പിന്നെ നന്നായി ചിക്ക് വിടർത്തി പിന്നി തരുമായിരുന്നു എൻ്റെ അമ്മ. പിന്നെ എപ്പോഴും നേര് വഴിക്കത് നേരെടുത്തിട്ട് 2 ഭാഗത്തേക്കാക്കിയിട്ട് എപ്പോഴും ചിക്ക് വിടർത്തിയിട്ടും എണ്ണ ചെറിയ ചൂടോടെ നന്നായി മസാജ് ചെയ്യുമായിരുന്നു. ഇവിടെ കഴുത്ത് വരി മസാജ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ എന്ന് പറയുന്നത് ആഴ്ചയിൽ ഞാൻ ഒരിക്കൽ മാത്രമേ ഷാംപൂ ഇടുമായിരുന്നു. അപ്പോഴൊന്നും കണ്ടീഷണർ ഇടില്ലായിരുന്നു കേട്ടോ. കണ്ടീഷണറൊക്കെ ഹൈസ്കൂൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ശീലിച്ചത്. അപ്പോൾ അത്ര മുടി നല്ല സോഫ്റ്റ് ആവുമായിരുന്നു എപ്പോഴും എണ്ണ വയ്ക്കുന്നത് കൊണ്ട് തന്നെ. എൻ്റെ അമ്മ എപ്പോഴും കെയർ എടുത്തിട്ടുണ്ട് എൻ്റെ മുടിയിൽ ആവുമ്പോൾ. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ ചീന്താൻ പോലും മടിയുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിലൊക്കെ പഠിക്കാനും എഴുതാനും ഒരുപാട് ഹോംവർക്ക് തരുമായിരുന്നു. ഇതുകൊണ്ടാണ് മുടി ഒന്ന് ശ്രദ്ധിക്കാണ്ട് പോയത്. പിന്നെ ഞാൻ ചെറുത് ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ നാട്ടിൽ നല്ല വെള്ളം നന്നായിട്ടുണ്ടായിരുന്നു, കുടിക്കണ വെള്ളം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെയർ വാഷ് തല കഴുകാനും നല്ല നല്ല സോഫ്റ്റ് വാട്ടർ എന്ന് പറയില്ല, അങ്ങനെ സോഫ്റ്റ് വാട്ടർ ആയിരുന്നു. അപ്പോൾ എത്ര കഴുകിയാലും ഡ്രൈനെസ് ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെയാണ്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ എപ്പോഴും 2 ജട പിന്നി തരുമായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായി ചിക്ക് വിടർത്തി നീറ്റായിട്ട് ഒരിക്കൽ ഒരു സൈഡ് പിന്നുക, ഇല്ലെങ്കിൽ 2 സൈഡ് പിന്നി മടക്കി തരുമായിരുന്നു കേട്ടോ. മടക്കുന്ന അത്ര ഉണ്ടായിരുന്നില്ല, കുറച്ച് ഒരു ഷോൾഡർ വരെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മുടി. അപ്പം നല്ലോണം ഇത് തന്നെയാണ്. പിന്നെ എപ്പോഴും ഹോട്ട് ഓയിൽ മസാജ് തന്നെ എപ്പോഴും ചെയ്യുമായിരുന്നു. അതോടെ തന്നെ എനിക്ക് മുട്ടും കൈ വരെ ഉള്ള മുടി പോലും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് ഞാൻ ഹൈസ്കൂൾ എത്താറാകുമ്പോൾ, മിഡിൽ സ്കൂളാകുമ്പോൾ ഈ താരത്തിൻ്റെ പ്രശ്നം വരുമായിരുന്നു. പിന്നെ മുടി കൊഴിച്ചിലും അധികമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഹൈസ്കൂൾ എത്തിയപ്പോൾ. അപ്പോൾ മുടി ഷോർട്ടാക്കേണ്ടി വന്നു. എന്നാലും എപ്പോഴും എണ്ണ വയ്ക്കുന്ന ഒരു ശീലം ഉണ്ടാവുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റുട്ടീനിൽ നിന്ന് ഞങ്ങൾ എന്താ പഠിക്കണതെന്ന് വെച്ചാൽ എപ്പോഴും തലയിൽ എണ്ണ വയ്ക്കേണ്ടതാണ്. നമ്മൾക്ക് ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിലും നമുക്ക് അത് ഒരു ശീലമാക്കണം. അപ്പോൾ നമ്മളുടെ മുടിയുടെ ആരോഗ്യം, തലയോട്ടിയുടെ സംരക്ഷണമൊക്കെ നന്നായി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. തലയിൽ ഇൻഫെക്ഷൻ ഇല്ലാതെയും നനവില്ലാതെയും സൂക്ഷിക്കണം. അപ്പോൾ നനവുണ്ടെങ്കിൽ തന്നെ കുരുക്കൾ ഉണ്ടാവും. കുരുക്കളിൽ നിന്നും പസ് ഉണ്ടാവും. പസ് പൊട്ടിയിട്ട് രക്തം ഒലിക്കുന്നവരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഹൈസ്കൂൾ എത്താറാകുമ്പോൾ. അതുകൊണ്ടാണ് മുടി വെട്ടേണ്ടി വന്നത് എനിക്ക്. എന്നിട്ടാണ് ഒരു PU വരെ ഷോൾഡർ വരെ ഉണ്ടായിരുന്നുള്ളൂ മുടി. പിന്നീടാണ് എനിക്ക് ഒരേ മുടി കൊഴിച്ചിൽ തുടങ്ങി. അത്
വെള്ളത്തിൻ്റെ മാറ്റമായിട്ട് വെള്ളം കുടിക്കാൻ എനഫായിട്ട് ഞാൻ വെള്ളം കുടിക്കില്ലായിരുന്നു. പിന്നെ ഇത് പഴങ്ങളാവട്ടെ വെജിറ്റബിൾ ആവട്ടെ കറക്റ്റായി കഴിക്കില്ലായിരുന്നു. ഇതോടുകൂടി തന്നെ എൻ്റെ മുടിയുടെ ആകെ ഒരു ഭംഗി തീരെ കുറഞ്ഞുപോയി. പിന്നീടാണ് ഞാൻ ഒരു മീഡിയം ഹെയറിൽ നിന്നും ഇനി കുറച്ച് നെക്ക് വരെ കഴുത്ത് വരെ മാത്രം മുടി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ഹെയർ തിന്നിങ് പ്രശ്നവും ഉണ്ടായിരുന്നു. പിന്നെ താരത്തിൻ്റെ പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് മുടിയൊന്ന് വെട്ടേണ്ടി വന്നു. അപ്പം തിരിച്ചും പിന്നെയും ഞാൻ ഇതേ ഹെയർ കെയർ റുട്ടീൻ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് DIYs ഒക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾ ദയവായി ഇത് കമൻറ്റിലൂടെ അറിയിക്കുക. എങ്ങനത്തേതാണ് നിങ്ങൾക്ക് ഹെയർ കെയർ വീഡിയോസ് വേണോ, സ്കിൻ കെയർ വീഡിയോസ് വേണോ, അങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ്സിലൂടെ അറിയിക്കും. അപ്പോൾ എനിക്ക് അടുത്ത ഒരു വീഡിയോ ചെയ്യാനും ഇത് പ്രചോദനമാവും. എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെപ്പോലത്തെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൊണ്ടാണ്. അപ്പോൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരും വീഡിയോ നോക്കരുത്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഒരു ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതാണ് ഒരു ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് എൻ്റെ. പിന്നെ എൻ്റെ അമ്മ എപ്പോഴും കാച്ചിയ എണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതും കരിവേപ്പില ഇട്ടിട്ടാണ് കാച്ചിയ എണ്ണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ കാച്ചി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതും ഞാൻ ഒരു എണ്ണ തീർന്ന് ഞാൻ ഒരു ഹെയർ ഓയിലിൻ്റെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും അടുത്തതായിട്ട് ഇടാം. പിന്നെ നിങ്ങൾ കമൻറ്റിലൂടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നിങ്ങളുടെ എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും എന്ത് റിലേറ്റഡ് ആയിട്ടും, ഫാഷൻ റിലേറ്റഡ് ആവാം, മേക്കപ്പ് റിലേറ്റഡ് ആവാം, ഹെയർ കെയർ റിലേറ്റഡ് ആവാം, സ്കിൻ കെയർ റിലേറ്റഡ് ആവാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ്സിലൂടെ ക്വസ്റ്റ്യൻസായി നിങ്ങളുടെ ക്വയറീസ് എന്തൊക്കെയാണെന്ന് ഒന്ന് അറിയിക്കുക. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഹെയർ കെയർ റുട്ടീന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെയുള്ള ഒരു ബെല്ലൈക്കണും അമർത്തുക. പിന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ യൂസ്ഫുൾ ആവുന്നതുണ്ടെങ്കിൽ വീഡിയോസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.